ഭയങ്കര സ്ലോ ആയിട്ട് തുടങ്ങിയൊരു സിനിമയായിരുന്നു. പക്ഷേ സിനിമ കഴിയുമ്പോൾ ഭയങ്കര ഹെവി ഹാർട്ടായിട്ടാണ് ഞാൻ സിനിമയായിട്ട് ഇറങ്ങിയത്. എനിക്ക് ഈ സിനിമ മലയാളികൾ കാണണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഡയറക്ടറോടും ഇതിൻ്റെ പ്രൊഡക്ഷൻ സൈഡോടും പറഞ്ഞില്ല ഒരു ഷോയും കൂടി വെക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇങ്ങനത്തെ സിനിമകൾ ആൾക്കാർ കാണാണ്ട് പോകരുത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ പ്രൊഡ്യൂഷനിലാണ് വന്ന സിനിമയാണ്, പക്ഷേ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് വിത്ത് എ ഹെവി ഹാർട്ട് ആൻഡ് ലിവിംഗ് ദ തിയേറ്റർ. കന്നഡയിൽ നിന്നൊരു സിനിമയാണ്. അപ്പോൾ എല്ലാവർക്കും വർക്കാവുന്ന ഉള്ള പ്രതീക്ഷയിൽ വന്ന് ഇവിടെ നല്ല റെസ്പോൺസാണ് കിട്ടുന്നത്. അപ്പോൾ ഇനിയും ഒരുപാട് ഷോസ് വരാൻ സാധിക്കും. ബാംഗ്ലൂർ നന്നായി പോകുന്നുണ്ട്. ഇത് ഒരു ഹൈപ്പർ ലിങ്ക് സിനിമയാണ്. ഡ്രാമ. രാജ്വി ഷെട്ടി ഒരു പ്രധാന റോളിലുണ്ട്. പിന്നെ ഒരുപാട് പുതിയ കഥാപാത്രങ്ങളുള്ള ഒരു സിനിമയാണ്. ഒരു റിസപ്ഷനൊക്കെ നല്ലതാണ്. അപ്പോൾ നിങ്ങൾ വന്ന് കാണണം. അല്ല, ഇതിന്റെ മൂവിയുടെ ഏറ്റവും പ്രത്യേകതയാണ് ഒരു നോർമൽ ആയിട്ടുള്ള ഒരു സ്റ്റോറി ടെല്ലിംഗ് അല്ല. സ്ട്രക്ചർ ഭയങ്കര പുതുമയൊന്നും അവകാശപ്പെടുന്നില്ല. ഹൈപ്പർ ലിങ്ക് എന്ന് പറയാം, അല്ലെങ്കിൽ ആന്ത്രോളജി എന്ന് പറയാം. ഒരു കഥയിൽ നിന്ന് വേറെ കഥയിലേക്ക് പോകുന്നു, തിരിച്ചതിലേക്ക് വരുന്നത് ഒരു കഥാ സ്ട്രക്ചറാണ് ഈ സിനിമ. അപ്പോൾ ആ ഒരു ചാലഞ്ച് ഈ സിനിമയ്ക്ക് എന്തായാലും ഉണ്ട്. പക്ഷേ റിസപ്ഷൻ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു എല്ലാം വർക്കാവുന്നുണ്ടെന്നാണ് തോന്നുന്നു. കുറച്ച് ഇമോഷണൽ റെസ്പോൺസൊക്കെയാണ് കിട്ടുന്നത്. താങ്ക് യു.